സാക്ഷ്യത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചെറിയ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 15 തൊട്ട് 17 വരെയുള്ള വാക്യമാണ്. ഞാനൊന്ന് വായിച്ചു തരാം. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അരാമ്യ രാജാവ് എലീശയെ തകർക്കാനായിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. എലീശയുടെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാണുന്ന ഒരു വലിയ കാഴ്ചയാണത്. ഒരു വലിയ സൈന്യം കുതിരകളും രഥങ്ങളുമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ ബാല്യക്കാരനായ ഭയമാണ് അവിടെ കാണുന്നത്. ആ ഭയത്തില് എലീശയോട് ബാല്യക്കാരൻ പറയുന്നുണ്ട്, നമ്മളിനി എന്തു ചെയ്യുന്നുള്ളത്. എലീശ പക്ഷേ പറയുന്നത്, എലീശ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് എലീശ പ്രാർത്ഥിച്ചു, ദൈവമേ, യഹോവയായ ദൈവമേ, ഈ ബാല്യക്കാരന്റെ കണ്ണ് തുറക്കണമേ എന്നുള്ളത്. ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. ബാല്യക്കാരൻ കാണുന്നത് എലീശയ്ക്ക് ചുറ്റും അഗ്നിമയമായിട്ടുള്ള രഥങ്ങളും കുതിരകളുമാണ് അവിടെ കാണുന്നത്. നമുക്കറിയാം, രഥങ്ങളും കുതിരകളും എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് ഒരു വലിയ മിലിറ്ററിനെ സൂചിപ്പിക്കുന്നതാണ്, ഒരു വലിയ ശക്തിയാണ് അത് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ദൈവത്തിന്റെ മഹത്വം കാണാൻ വേണ്ടി കണ്ണു തുറന്നപ്പോൾ അഗ്നിമയമായിട്ടുള്ള ഒരു രഥങ്ങളും കുതിരകളുമാണ് അവിടെ കണ്ടത്. അഗ്നിമയമായിട്ടുള്ള കുതിരകളും രഥങ്ങളും എത്ര ശക്തി കൂടുതലായിരിക്കും ഒരു സാധാരണ കുതിരകളെക്കാളും രഥങ്ങളെക്കാളും. കർത്താവിന്റെ ഒരു വലിയ മഹത്വമാണ് ഇവിടെ വെളിപ്പെട്ടത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണല്ലേ. പല സമയത്ത് നമ്മൾ കണ്ണ് കാണുന്നുണ്ടെങ്കിലും ശരിക്കുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറില്ല, അല്ലെങ്കിൽ കർത്താവ് നമ്മളോട് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാറുണ്ട്. ചിലപ്പോൾ കാണാൻ പറ്റാറില്ല, അതായിരിക്കും ശരി. ഇവിടെ ആ ബാല്യക്കാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരെ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, ചെറിയതോ വലിയതോ ആയിക്കോട്ടെ, നമ്മളിനി എന്ത് ചെയ്യുമെന്ന് കൈമലർത്താറുണ്ട്. നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ അടുത്ത്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ഞാൻ ഇനി എന്ത് ചെയ്യും, എനിക്കറിയില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവർ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ സമയത്ത് സ്പിരിച്വലി നമ്മൾ മനസ്സിലാക്കുന്നില്ല, ദൈവം നമുക്ക് വേണ്ടി ഒരു വലിയ സൈന്യത്തെ തന്നെ അവിടെ വെച്ചിട്ടുണ്ടെന്നുള്ളത്. ആത്മികമായിട്ട് നമ്മുടെ വചനത്തില്, ബൈബിളില് ഓരോ പുസ്തകത്തിലും എന്ന പോലെ ഈ ഒരു സത്യമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നമ്മൾ എന്തിനാ ബൈബിള് വായിക്കുന്നത്? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ബൈബിൾ പഠിക്കേണ്ടത് എന്ന്, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ആ ഒരു ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. പല സമയത്തും നമ്മൾ കാണുന്നില്ല, മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ നമ്മൾ കാണുന്നുള്ളൂ. നമ്മുടെ കൂടെ 1000 ശക്തിയോടെ, 1000 മടങ്ങ് ശക്തിയോടെ നിൽക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ കാണാതിരിക്കുന്നുണ്ട്. ദാവീദിന്റെ കഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ദാവീദ് കണ്ടത് ഗോലിയാത്തിന്റെ വലിപ്പമല്ല, പകരം ദൈവത്തിന്റെ ശക്തിയാണ് ദാവീദ് വിശ്വസിച്ചത്. അതുകൊണ്ടാണ് ഗോലിയാത്തിനെ ജയിക്കാനുള്ള കൃപ ദാവീദിനുണ്ടായത്. അങ്ങനെ എത്ര കഥകള്. നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബലഹീനതകളെയാണ്. അതിൻ്റെ മേലെ കർത്താവിനുള്ള ശക്തിയെ നമ്മൾ ഒരിക്കലും ഫോക്കസ് ചെയ്യുന്നില്ല, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ആ സമയത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ണ് കാണാത്തവരെ പോലെ തന്നെയാണ്, നമ്മളത് കാണുന്നില്ല. ബാക്കിയെല്ലാം ലോകപ്രകാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഈ ഒരു സത്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ ഒരു മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് പറ്റാറില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ മാർത്തയുടെയും മറിയയുടെയും കഥ. ലാസർ മരിച്ചു, 4 ദിവസം കഴിഞ്ഞു, മാറ്റം വെച്ചു. മാർത്ത പറയുന്നുണ്ട്, 4 ദിവസം കഴിഞ്ഞതാണ്, എന്തേ ഇത്ര വൈകിയത് എന്ന് 2 പേരും പറയുന്നുണ്ട്. മാർത്തയും മറിയയും ഒരുപോലെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. കർത്താവിന് സങ്കടം വന്നിട്ടുണ്ട്. കർത്താവും കണ്ണുനീർ വാർത്തു, യേശു കണ്ണുനീർ വാർത്തു എന്ന് ഉള്ള വാക്യം നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ്. അതിനുശേഷം യേശു മാർത്തയോട് പറയുന്നുണ്ട്, ദൈവത്തിന്റെ മഹത്വം കാണാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നടക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ മഹത്വം നീ കാണും.
അപ്പൊ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവമേ, ഈ മഹത്വം കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. എൻ്റെ ആത്മികമായിട്ടുള്ള കണ്ണുകളെ, ആത്മികമായ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകളെ നമുക്ക് തുറക്കണം. നമ്മുടെ അധരങ്ങളെ തുറക്കാൻ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അതാണ് കർത്താവ് അവിടെ ഉദ്ദേശിച്ചത്. എലീശയും പ്രാർത്ഥിച്ചത് അതാണ്. ഈ ബാല്യക്കാരന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള കണ്ണുകളെ, ഈ ബാല്യക്കാരന്റെ ആത്മീകമായിട്ടുള്ള കണ്ണുകളെ തുറക്കണം, ഒരു മാനസാന്തരം കൊടുക്കണം. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ബാല്യക്കാരന്റെ പിന്നീടുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന്. ആ ബാല്യക്കാരൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ടാവില്ലേ? ആ ബാല്യക്കാരൻ ദൈവത്തിൽ വിശ്വസിക്കില്ലേ? നമ്മുടെ സത്യേക ദൈവത്തിൽ വിശ്വസിച്ചിട്ടുണ്ടാവില്ലേ? എത്ര മടങ്ങ് വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു കാര്യം കണ്ടു കഴിഞ്ഞതിന് ശേഷം. പിന്നീടുള്ള ആ കഥ വായിച്ചു നോക്കുകയാണെങ്കിൽ, ബൈബിളിലെ പോർഷൻ വായിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് എലീശ ബാല്യക്കാരനെ കണ്ണ് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം കാണുന്നത് അവർക്കെതിരായിട്ട് വന്ന സൈന്യം ഉണ്ടല്ലോ, ആ സൈന്യത്തിന്റെ കണ്ണ് അടഞ്ഞുപോയി എന്നാണ്. അവർ കാണുന്നുണ്ട്, പക്ഷെ അവര് ആരെ തേടി വന്നു എന്ന് കാണാതിരിക്കത്തക്ക വിധം യഹോവ അവരുടെ കണ്ണുകളെ അടച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് എലീശ അവരെ നയിച്ച് വേറൊരു സ്ഥലത്ത് ശമര്യയിലേക്ക് കൊണ്ടുപോവാണ് ആ കഥ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മഹത്വീകരിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണിത്. പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഓരോ സൈന്യം നമ്മുടെ എതിരായിട്ട് വരുമ്പോൾ നമ്മളിതൊന്നും കാണുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോയി, നമ്മൾ അവിടെ ഗിവപ്പ് ചെയ്യാണ്. നമ്മൾ ഈ ഒരു വലിയ സൈന്യം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ മറക്കുന്നു. സങ്കീർത്തനം 91 ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ തന്റെ ദൂതന്മാരെ നമുക്ക് മുൻപായി അയക്കും, നമ്മളെ കരുതും എന്നുള്ളത്. നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ ദൈവം പറയാൻ നമ്മളോട് വിശ്വസിക്കാനാണ്. പാടാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ വിശ്വസിക്കുക, അവിടെ ദൈവം ദൂതന്മാരെ അയച്ചിട്ടുണ്ട് എന്നുള്ളത്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാണ് സാംസ് 91, സങ്കീർത്തനം 91 എന്നുള്ളത്. പല സമയത്തും ഭയത്തിന്റെയും കൂരിരുളിന്റെയും അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഒരുപാട് ആശ്വാസം തന്നിട്ടുള്ള ഒരു വേദവാക്യാണത്. ദൂതന്മാരെ നമ്മുടെ കൂടെ അയക്കും. നമ്മൾ കാണുന്നില്ല, പക്ഷെ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. സങ്കീർത്തനത്തിലുടനീളം പല വാക്യങ്ങളിലും ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ മഹത്വം കാണാൻ നിന്റെ കണ്ണുകളെ തുറക്കണമേ എന്നുള്ളത്. അതാണ് എനിക്ക് ഇന്നത്തെ ചിന്തയിലും പറയാനുള്ളൂ. ഓപ്പൺ അവർ ഐസ് ടു സീ ദ മിറാക്കിൾ ഓഫ് ഗോഡ്. ഇപ്പൊ നമ്മൾ ദൈവമഹത്വം കാണാൻ കണ്ണ് തുറക്കേണ്ട ആവശ്യകതയെ പറ്റി അറിഞ്ഞു. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്പിരിച്വലി ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതായത് ആത്മികമായിട്ട് ബ്ലൈൻഡ് ആയിരിക്കുന്നവർ, ആത്മികമായിട്ട് നിദ്രയിലായിരിക്കുന്നവർ, ദൈവത്തിന് വിശ്വാസമില്ലാത്തവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അവരുടെ ജീവിതത്തിലെ പല ബലഹീനതകളുടെ മേലും കർത്താവിന്റെ വലിയ കരമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. വേറെ ഒരു വേദഭാഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 2 ശിഷ്യന്മാരെ കാണുന്നുണ്ട്. ശിഷ്യന്മാരെന്ന് വെച്ചാൽ കർത്താവിന്റെ ഫോളോവേഴ്സിനെ അവിടെ കാണുന്നുണ്ട്. അവരുമായി സംസാരിച്ച് ഒക്കെ പോയി അവസാനം കർത്താവ് പോവാൻ നേരത്താണ് അവരുടെ കണ്ണ് തുറന്നത്. ആ വേദഭാഗത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, അവരുടെ കണ്ണ് തുറന്നു എന്ന് അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അവർ ദൈവത്തിന്റെ മഹത്വം കണ്ടു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഞങ്ങളുടെ കൂടെ വന്നത് കർത്താവായിരുന്നു എന്നുള്ളത്. ഈ വേദഭാഗത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന 3 കാര്യങ്ങളാണ്. ദൈവവചനത്തിൽ ഒരുപാട് മഹത്വീകരിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. ബൈബിളിലെ ഓരോ പുസ്തകത്തിലും ഇതിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്, ദൈവ സഹായമില്ലാതെ ഈ മഹത്വം കാണാൻ നമുക്ക് പറ്റില്ല. അല്ലെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ഈ മഹത്വം കാണാൻ നമുക്ക് പറ്റില്ല. മൂന്നാമതായിട്ട്, ദൈവവചനം വായിക്കുമ്പോൾ ഈ മഹത്വം വെളിപ്പെടാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലെങ്കിൽ ദൈവവചനത്തിൽ ഉറപ്പായിട്ടും വിശ്വസിക്കാനാണ്, ഒരുപാട് വിശ്വസിക്കാനാണ് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന്റെ മഹത്വത്തെ പറ്റിയും നമ്മുടെ കർത്താവിന്റെ അധികാരത്തെ പറ്റിയും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനെ പറ്റിയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഈ ലോകത്തിലെ എത്ര വലിയ ആഴമുള്ള ഗർത്തത്തിലും എത്ര വലിയ പോരാട്ടങ്ങളിലും ഭയമില്ലാതെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുന്നത് കർത്താവിന്റെ മഹത്വം വെളിപ്പെടാനാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരാനായിരിക്കാം നമ്മുടെ
ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പാടുകൾ വരുന്നത്? യോബിന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? എത്ര പ്രശ്നങ്ങൾ വന്നു യോബിന്. യോബ് കർത്താവിനെ തള്ളി പറഞ്ഞില്ല. പകരം യോബിന് എന്താണ് ഉണ്ടായത്? സാത്താൻ ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്തു. സാത്താൻ വിചാരിച്ചു യോബ് ഇപ്പൊ തള്ളി പറയുന്നു. യോബ് ഒരിക്കലും തള്ളി പറഞ്ഞില്ല. സ്വന്തം വീട്ടുകാർ പോയി, സ്വത്ത് പോയി, പൈസ പോയി, എല്ലാം പോയി. പക്ഷെ ഒരിക്കലും യോബിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. അവസാനം യോബ് ഒരു വലിയ മഹത്വം കണ്ടു. പണ്ടുള്ളതിനേക്കാൾ ഒരുപാട് 10 മടങ്ങ് കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ യോബിന് ദൈവം കൊടുത്തു. അതുകൊണ്ട് എന്നെ ഇപ്പൊ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കണ്ണ് തുറക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കാം. എപ്പോഴും നമുക്കായിട്ട് ഒരു മഹത്വീകരിക്കപ്പെട്ട ഒരു പദ്ധതി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിലായിട്ട് ഉറച്ച് നമ്മൾ വിശ്വസിക്കണം. സാത്താൻ പല കാര്യങ്ങളും നമ്മുടെ മേലെ ട്രൈ ചെയ്യും. നമ്മുടെ ഈ വിശ്വാസം കുറയ്ക്കാനായി. നമ്മൾ തകരാൻ പോവുകയാണ്, നമ്മൾക്കിനി ഒന്നുമില്ല, നമ്മൾ ഒരുപാട് ആങ്ഷ്യസ് ആക്കാൻ വേണ്ടി സാത്താൻ ട്രൈ ചെയ്യും. നമ്മൾ ഇന്ന് ബൈബിൾ ഓപ്പൺ ചെയ്ത് വായിക്കാൻ തുടങ്ങിയാലോ, അല്ലെങ്കിൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കാം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച ആ ടൈം തൊട്ട് സാത്താൻ അവിടെ പ്ലാൻ തുടങ്ങുകയാണ്, നമ്മളെ എങ്ങനെയെങ്കിലും ആ ഒരു കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നുള്ളത്. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പഠിച്ച വേദവാക്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയാം. എൻ്റെ യേശുവിന്റെ നാമത്തിൽ എനിക്ക് ശക്തിയുണ്ട്, എൻ്റെ യേശുവിന്റെ നാമത്തിൽ എനിക്ക് വിജയമുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയണം. ആ ഒരു ശക്തി ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. പലപ്പോഴും സാത്താന്റെ പോരാട്ടങ്ങൾ വരുമ്പോൾ ഈ വചനങ്ങൾ എന്നെ ഒരുപാട് ബലപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, പോരാട്ടങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ലൈഫിൽ വരുമ്പോൾ പ്രാർത്ഥിക്കുക, വിശ്വസിക്കാതിരിക്കരുത്. വിശ്വസിക്കാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസം കുറയ്ക്കുന്നത് അത് സാത്താന്റെ ഒരു പണിയാണ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഭയപ്പെട്ടത് നമുക്ക് സംഭവിക്കാനും സാധ്യതയുണ്ട്. എന്നോടൊരു പ്രാസംഗികൻ പറഞ്ഞതാണ്, നമ്മൾക്ക് എന്ത് ഭവിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നുവോ, എന്ന് നമ്മൾ ഭയപ്പെടുന്നുവോ, അത് നമ്മൾക്ക് ഭവിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത്. നമുക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ദയവായി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്റെയും എനിക്ക് ചുറ്റുള്ളവർക്കും നിന്റെ മഹത്വം കാണാനുള്ള ഒരു അവസരം തരണം, നിന്നെ വിശ്വസിക്കാനുള്ള ഒരു കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. സാത്താന്റെ പോരാട്ടങ്ങളിൽ ശക്തിയോടെ എനിക്ക് എതിർത്ത് നിൽക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.